2021 പ്രളയത്തിലാണ് ചെറുവള്ളി പാലം ഒലിച്ചുപോയത്. പാലം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ട് ഏറെ നാളായെങ്കിലും 2024 മാർച്ച് മാസത്തോടെയാണ് നിർമ്മാണം തുടങ്ങിയത്. നിലവിൽ ആറിന്റെ മധ്യത്തിൽ 2 തൂണുകളുടെ പണി മാത്രമാണ് നടക്കുന്നത്. മഴ ശക്തമായതോടെ ആറ്റിലെ ജലനിരപ്പും ഉയർന്നു. കഴിഞ്ഞ ദിവസം നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ആറിന്റെ തിട്ട അപകടകരമാം വിധം ഇടിഞ്ഞുമാറി. കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായാൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും അപകടത്തിലാകും. പാലം പണി നടക്കുന്നതിനിടെ ആറിന്റെ തീരത്ത് വിള്ളലുണ്ടായപ്പോൾ തന്നെ അപകടം നാട്ടുകാർ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ പണികൾ ഏറ്റെടുത്ത കോൺട്രാക്ട് കമ്പനി വിള്ളലിൽ സിമന്റ് മിശ്രിതം ഒഴിച്ച് താൽക്കാലിക പരിഹാരം കാണുകയാണുണ്ടായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 2 മാസം മുമ്പ് തന്നെ ഈ സൈഡ് ഇടിയാൻ തുടങ്ങിയതാ. അന്നേരം ഈ കോൺക്രീറ്റ് ചെയ്ത പണിക്കാര് കോൺട്രാക്ടർ സിമന്റ് കലക്കി ഒഴിച്ച് സിമന്റ് ഇത്രയും താഴ്ചയിൽ വിള്ളൽ കിടക്കുന്നവർ സിമന്റ് കലക്കി ഒഴിച്ചു. ഒരു ദിവസം ഒഴിച്ചു, 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഒഴിച്ചു. ഈ അടുത്ത ആളിൽ ഒരു മുറിപ്പെടുത്താവുണ്ട് മുടി. അതേസമയം ഇത് 2 മാസം മുമ്പ് തന്നെ ഇതാദ്യം വാർക്കുമായിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇത് പബ്ലിക്കിന് നാട്ടുകാർക്ക് അറിയാം. അപ്പം എഞ്ചിനീയർമാർക്കും കോൺട്രാക്ടർമാർക്കും അത് ഇടിയല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് 2 മാസം മുമ്പ് ഈ സ്റ്റെപ്പ് എടുത്താൽ മതിയായിരുന്നു. അതിന്റെ സാങ്ഷനായിട്ടൊക്കെ കുറെ ആളായിരുന്നു. 2 വർഷമൊക്കെ ആയി. അത് പണി തുടങ്ങിയത് വളരെ താമസിച്ച. കുറെ കൂടെ നേരത്തെ തുടങ്ങിയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരികയില്ലായിരുന്നു. അതുപോലെ ഇവിടെ ഈ ബലക്ഷയം കണ്ടപ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻ ചെയ്തായിരുന്നെങ്കിലും കുഴപ്പമില്ല. ടെമ്പററി ആയിട്ട് കുറെ സിമെന്റ് കലക്കി ഒരു ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന രീതിയെ ചെയ്തു. അതാ ഇത്രയും പറ്റിയത്. പ്രദേശത്ത് കൂടുതൽ തിട്ടയിടിയാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ചിറക്കടവ്, മണിമല ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ചെറുവള്ളി പാലം. കൂടാതെ പഴയിടം പാലത്തിൽ വെള്ളം കയറിയാൽ അക്കരെയുള്ളവർക്ക് ഇക്കരെ എത്തുന്നതിനുള്ള എളുപ്പവഴി കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.